കയ്യിൽ കുത്തി കയറും. കളയാം. മുള്ളു കഴിക്കുന്നു. ഇപ്പോൾ പൈനാപ്പിൾ സീസണാണല്ലോ. വളരെ കുറഞ്ഞ ചിലവിൽ കുഞ്ഞു മക്കൾക്ക് ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ജാം ഉണ്ടാക്കാം. നന്നായി വൃത്തിയാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ മിക്സിയിൽ വെള്ളം ചേർക്കാതെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മൂന്ന് ഗ്ലാസ് പൾപ്പുണ്ട്, അപ്പോൾ 3 ഗ്ലാസ് പഞ്ചസാര ചേർക്കണം. ഈ പൾപ്പ് 3 കപ്പുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേ അളവ് 3 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുക. ഇനി ഇതിൽ ഒരു പട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. പട്ട ഇല്ലെങ്കിൽ 2 ഗ്രാമ്പു 2-3 ഗ്രാമ്പു ഇട്ട് കൊടുത്താലും മതി. ഇത് നല്ലവണ്ണം തിളയ്ക്കുമ്പോൾ തീ കുറച്ച് മീഡിയത്തിലോട്ടാക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. തീ മീഡിയത്തിലോട്ട് വെച്ച് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും. പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർക്കാം. കുറച്ച് സമയം കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഒരു നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ ഒന്ന് തീരെ അങ്ങ് വറ്റണ്ട. തീരെ വറ്റിയ തീ അങ്ങ് കട്ടിയായിപ്പോ. കുറച്ച് ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇറക്കി നല്ല ഇളക്കി. ഇനി മതി. ഇനി ഈ അളവ് മതിയാവും. അല്ലെങ്കിൽ തീരെ അങ്ങ് കട്ടിയായി പോയാൽ നമുക്ക് ബ്രെഡിലൊന്നും തേക്കാൻ പറ്റില്ല. തീരെ കട്ടിയായി പോകും. ഇത് കുറച്ച് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. അപ്പോൾ ഈ പരുവ് മതി. ഇനി തീ ഓഫ് ചെയ്യാം. ഇത് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇതിന് പത ഒന്ന് മാറാൻ വേണ്ടി കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പത ഒന്ന് മാറിക്കിട്ടും. ഇനി ഈ പട്ട എടുത്ത് മാറ്റാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇനി ഇത് നമുക്ക് കുപ്പിയിലോട്ടാക്കി വെക്കാം. കണ്ട ഇത്രയും മതി. ഇത് കുറച്ചുകൂടി ഫ്രിഡ്ജിലോട്ട് ഇത് കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇതിനെ ഇനി നല്ല കലക്കി ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരു 20 മിനിറ്റ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് കുപ്പിയിലോട്ട് ഒഴിച്ച് വയ്ക്കാം. ഇത് ഒഴിച്ച് വയ്ക്കുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും. ഇത് എല്ലാവരും ഉണ്ടാക്കി കുഞ്ഞു മക്കൾക്കെല്ലാം കൊടുക്കണം. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. കട്ടി കൂടിപ്പോയാൽ ഉരുണ്ടിരിക്കും. കണ്ടോ? ഇങ്ങനെ വേഗം തേച്ച് പിടിപ്പിക്കാൻ പറ്റും.